السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد. أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم صدق الله العظيم. عن أنس بن مالك رضي الله تعالى عنه أنه قال رسول الله صلى الله عليه وسلم اللهم بارك لنا في رجب وشعبان وبلغنا رمضان. പ്രിയമുള്ള സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഏവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. നാളിതുവരെയായി നമ്മളിൽ സംഭവിച്ചു പോയ മനുഷ്യ സഹജമായി സംഭവിച്ച അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതുമായ മുഴുവൻ തെറ്റുകളെയും കുറ്റങ്ങളെയും സർവേശ്വരനായ നാഥൻ ഈ മാസത്തിൻ്റെ പോരിഷ കൊണ്ട് നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുപുത്രാദികൾ, പള്ളിയുടെ ഓരങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അവരുടെ സാഹചര്യങ്ങൾ എന്താണെന്ന് അറിയുന്നവൻ പടച്ചവനും അവരും മാത്രമാണ്. കാരുണ്യവാനായ കരുണാനിധിയായ റബ്ബ് ആ മിത്രങ്ങളുടെ എല്ലാവിധ തെറ്റുകളെയും കുറ്റങ്ങളെയും പാപങ്ങളെയും അവൻ്റെ ഓശാനം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ ചെയ്തിട്ടുള്ള ഏതെല്ലാം സുഹൃതങ്ങളുണ്ടോ ന്യൂനതകൾ പരിഹരിച്ച് അള്ളാഹു കബൂൽ ചെയ്യുകയും നമ്മെയും അവരെയും ധാരാളം അനുഗ്രഹങ്ങൾ കൊണ്ട് സംവിധാനിച്ച ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഒന്ന് കൂടിക്കൊണ്ട് ജുമാ നിസ്കാരം നടത്തുവാനും അന്യനാട്ടുകാരാവുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് എഴുമ്പ് പഠിക്കാനും ഖുർആൻ മനഃപ്പാഠമാക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്ന ഈ സ്ഥാപനങ്ങൾ ഉയർത്താൻ ഹേതുവായ കാരണക്കാരായ മുഴുവൻ ധാരമതികളെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടേതാകുന്ന ഈ ചെലവഴിച്ച സമ്പത്തുകളിൽ ഒക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയും ശേഷിച്ച സമ്പത്തുകൾ എന്തോ അവയിലെല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇഹപര വിജയികളിൽ അവരെയും നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ ചില സാഹചര്യങ്ങൾ നമ്മളിലേക്ക് തന്നിട്ടുണ്ട്. നാം ഉലങ്കഷമായി ചിന്തിക്കുവാനും വിലയിരുത്തുവാനും അതനുസരിച്ച് അവകളിൽ ആരാധനാ നിരതരായി കഴിയുവാനും. ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ നിലകൊള്ളുന്ന പരിശുദ്ധമായ റജബ് മാസം അല്ലാഹു പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് ആദരിച്ച മാസമാണ്. മാത്രമല്ല, റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ റമദാൻ ഉൾപ്പെടെയുള്ള ഒരു 6 മാസക്കാലം നാം ഒന്ന് പരിധി നോക്കിയാൽ ജനങ്ങളിൽ നിന്നും ഭൂരിഭാഗം ഒഴിഞ്ഞു പോകുന്ന ഒരു ഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിലേക്ക് അഥവാ യാത്രയായി പോകുന്ന ഒരു സാഹചര്യം നാം കണ്ടുവരുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ്. അടുത്ത മാസം ഷഅബാൻ്റെ പകുതിയിൽ കാനേശുമാരിയുണ്ട്, കണക്കെടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കണക്കെടുപ്പിൽ നമ്മൾ പെട്ടാൽ നമ്മളും പെടും. അടുത്ത വർഷം നമ്മൾ ജീവിച്ചിരിക്കുമോ അതല്ല മറ്റുള്ളവരെ പോലെ കാട്ടുവാസത്തിന് പോകുമോ എന്ന് പടച്ചവനെ അറിയുള്ളൂ. ഏതായാലും ഈ ഒരു മാസം നമ്മൾ അല്ലാഹു കനിഞ്ഞ് ഈ മാസത്തിൽ ഹാജരാകാൻ സന്നിഹിതം വഹിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് തന്നു എന്നത് വലിയൊരു അനുഗ്രഹമാണ്. ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ആദരവിനും പ്രത്യേകം ഇബാദത്തിനും ശുക്റിനും നമ്മൾ ബാധ്യസ്ഥരാണ്. പരിശുദ്ധ ഖുർആൻ ശരീഫ് പറഞ്ഞെന്താ? ഇന്ന ഇദ്ദത്തുശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിൻ്റെ ലൗഹുൽ മഹ്ഫൂദ് ഈ ലോകത്തെയും ഇതിലുള്ള സർവ്വചരാചരങ്ങളെയും പടക്കുന്നതിന് മുമ്പ് ഇവിടെ എന്തെല്ലാം സംഭവിക്കണം, എന്തെല്ലാം ഉണ്ടാകണം എന്ന കാര്യങ്ങൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ലൗഹുൽ മഹ്ഫൂദ്. അവയിൽ ആ ലൗഹുൽ മഹ്ഫൂദ് മുഴുവൻ കാര്യങ്ങളും ഉല്ലേഖനം ചെയ്യപ്പെടുന്ന ആ വസ്തുതയിൽ
അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞു മാസങ്ങൾ 12. മാസങ്ങൾ 12 ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ല. അള്ളാഹുവിൻ്റെ ലഹുൽ മഹ്ഫൂദിൽ മാസങ്ങൾ 12 അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞു. അർബഅത്തും മിൻഹാ ഹുറും, അതിൽ 4 മാസം നിഷിദ്ധമായതാണ്. അവിടെയാണ് നമുക്ക് പിടുത്തമുള്ളത്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. അത് ചൊവ്വായ മതമാണ്, പരിശുദ്ധമായ മതമാണ്, മുസ്തഖീമായ മതമാണ്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, ഈ 4 മാസങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അവരനെ ചീത്ത വിളിക്കലായാലും കുറ്റപ്പെടുത്തലായാലും അനർഹമായത് സമ്പാദിക്കലായാലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത തൃപ്തിപ്പെടാത്ത വാക്കുകൾ, പ്രവൃത്തികൾ, ചിന്താഗതികൾ അരുത് എന്ന് പറയുന്ന പ്രത്യേകമായ 4 മാസങ്ങൾ. അർബഅത്തും മിൻഹാ ഹുറും, യുദ്ധം നിഷിദ്ധമായത് എന്ന് പ്രത്യക്ഷത്തിൽ പറയുമെങ്കിലും പരോക്ഷമായി അള്ളാഹു ആദരിച്ച മാസങ്ങളാണ്. നിങ്ങൾ നോക്ക്, മഹാനായ മുഫസ്സിർ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുന്നു, ഈ ആയത്തിൽ 3 കാര്യങ്ങൾ നിഗൂഹനം ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇൻദല്ലാഹി 12, അള്ളാഹുവിൻ്റെ അടുക്കൽ 12. ഫീ കിതാബില്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം, അത് ലൗഹുൽ മഹ്ഫൂദ്. യൗമ ഖലഖസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടയ്ക്കുമ്പോൾ തന്നെ ഈ 3 കാര്യങ്ങൾ. ഇതിനെ സംബന്ധിച്ച് മഹാനായ മുഫസ്സിർ ഖുർത്തുബി തങ്ങൾ പറയുന്നത്, വഇന്നഹു സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല വളഅ ഹാദിഹി ശുഹൂർ, ഈ മാസങ്ങളെ അവൻ നിശ്ചയിച്ചു. വസമ്മാഹാ ബിഅസ്മാഇഹ, ഈ മാസങ്ങൾക്ക് പറയേണ്ടുന്ന പേരുകൾ അല്ലാഹു പറഞ്ഞു. ഒന്ന് റജബാണ്, രണ്ടാമത്തത് ദുൽഖഅദ, 3 ദുൽഹിജ്ജയാണ്, 4 മുഹറമാണ്. 1 ഫർദാണ്, 3 ചേർന്നതാണ്. അഥവാ റജബ് ഫർദാണ്, ഒറ്റ മാസമാണ്. ഇതിനോട് ചേർത്ത് വെക്കാൻ മുമ്പുമില്ല ശേഷവുമില്ല. മറ്റ് 3 മാസങ്ങൾ ദുൽഖഅദ തുടങ്ങിയുള്ള, അപ്പോൾ പെരുന്നാൾ റമദാൻ കഴിഞ്ഞിട്ട് ശവ്വാൽ കഴിഞ്ഞ് തുടങ്ങുന്ന ദുൽഖഅദ, തൊട്ടടുത്ത മാസം ഹജ്ജിൻ്റെ മാസം, അത് കഴിഞ്ഞ് വർഷാരംഭത്തിലുള്ള മുഹറം മാസം. ഇങ്ങനെ 4 മാസങ്ങളാണ് അള്ളാഹു നിഷിദ്ധമാക്കിയത്. ഈ 4 മാസങ്ങൾക്കും പറയപ്പെടേണ്ടുന്ന പേരുകൾ അള്ളാഹു നിശ്ചയിച്ചു. അലാമാ റത്തബഹ അലൈഹി യൗമ ഖലഖസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടയ്ക്കുമ്പോൾ തന്നെ അള്ളാഹു ഈ 4 മാസങ്ങൾക്കും അനുയോജ്യമായ പേരുകളെ അള്ളാഹു ക്രമീകരിച്ചു. വൻസല ദാലിക അലാ അംബിയാഇഹി ഫീ കുതുബിഹിൽ മുനസ്സല, റബ്ബ് സുബ്ഹാനഹു വതആല സർവേശ്വരനായ നാഥൻ മനുഷ്യനെ സമുദ്ധരിക്കാനായി കാലഘട്ടത്തിന് വിധേയമായി കൊണ്ട് പ്രവാചകന്മാരെ ഘട്ടം ഘട്ടമായി വ്യത്യസ്ത കാലഘട്ടങ്ങൾ അള്ളാഹു അയച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അവരുടെ പ്രവാചകത്വത്തോടൊപ്പം തന്നെ വേദഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കി കൊടുക്കുകയും ചെയ്തു. ആ വേദഗ്രന്ഥങ്ങളിലായി തന്നെ അള്ളാഹു ഈ മാസങ്ങളെ പേര് നിശ്ചയിച്ചുകൊണ്ട് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമല്ല, ഈ പറഞ്ഞ റജബ് എന്നതും ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം എന്ന് പറയുന്നതും നമ്മുടെ ഉമ്മത്തി റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തികൾക്ക് മാത്രമല്ല, ആദം നബി അലൈഹി സ്വലാം മുതലുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഈ 4 മാസത്തെ അള്ളാഹു ആദരിച്ചു എന്നറിയിക്കുമ്പോൾ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമുക്കെന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടോ? ഉണ്ട്. അള്ളാഹു റസൂൽ പറഞ്ഞു, റജബുൻ ഷഹറുല്ലാഹ്, ഈ മാസം അള്ളാഹിൻ്റെ മാസമാണ്, ഇത് അള്ളാഹുവിൻ്റെ മാസമാണ്. അടുത്ത മാസം ഷഹരി, ശഅബാനു ഷഹരി, ഇത് നബിയങ്ങൾ പറയുന്നതാണ്. അടുത്ത മാസം എൻ്റേതാണ്. അപ്പോൾ റമദാനു ഷഹറു ഉമ്മത്തി, റമദാൻ മാസം എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. ഇത് ഏതെന്ന് പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം, നമ്മളെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി ശുദ്ധിയാക്കി അങ്ങ് പെട്ടിയിൽ അടുക്കി വെക്കുന്നൊരു സമയം വരുന്നുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി തേച്ച് മിനുക്കി പെട്ടിയിലടുക്കുക, അങ്ങനത്തെ സമയം വരുന്നുണ്ട്. ആ സമയത്ത് സൂചിപ്പിക്കാനാണ് ഈ 3 മാസം ഇങ്ങനെ എണ്ണിയത് എന്ന് പറഞ്ഞാൽ, മുൻകാലങ്ങളിൽ
ഇപ്പോൾ ഈ പ്രായമുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകർ ഒന്ന് വൈലിത്തറ മുഹമ്മദ് മൗലവി, കഴിഞ്ഞു, ആൾ മരിച്ചു. ബേപ്പൂർ നിസാമുദ്ദീൻ മൗലവി, അബ്ദുസമ്മദ് സമദാനി, അബ്ദുൽ നാസർ മഅദനി പോലെയുള്ള പ്രഭാഷകർ കേരളം ഒട്ടുക്കറിയപ്പെടുന്ന സുപരിചിതരായ പ്രഭാഷകരാണ്. ഇപ്പോൾ ഈ പറയപ്പെടുന്ന പ്രഭാഷകരിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അക്കാലത്ത് ബാനറാവുള്ള. ഞാൻ മലബാറിൻ്റെ ഏരിയകളിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. വൈലിത്തറ മുഹമ്മദ് കുഞ്ഞ് മൗലവി മലപ്പുറത്ത്, ഇത് ഈ ബാനർ ഏതെല്ലാം സ്ഥലങ്ങളിൽ പിടിച്ചു കിട്ടും. വേറൊന്നും ഡേറ്റും കാണും, വേറൊന്നുമില്ല. മലപ്പുറത്തുനിന്നേ കൊടുക്കുള്ളൂ, ബാക്കിയെല്ലാം ആൾക്കാർ അന്വേഷിച്ചങ്ങ് എത്തിക്കോളും. ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. എന്നതുപോലെ ഈ പറഞ്ഞത് പഴയ കാലത്ത് അറിയപ്പെടുന്ന, ഇന്നത്തെ കാലത്ത് വേറെ മാധ്യമങ്ങൾ പലതുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അന്നും മാധ്യമങ്ങളുണ്ടെങ്കിലും ഇതിനാണ് വലിയ പ്രചാരമുള്ളത്, ബാനറിനാണ്. കാണാൻ എല്ലാവരും ജംഗ്ഷനുകളിൽ പിടിച്ചു കിട്ടുന്ന ബാനറല്ലേ, എല്ലാവർക്കും കാണാൻ കഴിയും. അത് പോസ്റ്ററിനേക്കാളും നോട്ടീസിനേക്കാളും വലിയ പ്രചാരം കിട്ടുന്ന വസ്തുതയാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കഴുകി തേച്ച് ശുദ്ധിയാക്കി പെട്ടിയിലെടുക്കാൻ പറ്റുന്ന സന്ദർഭം നമുക്ക് വരുന്നു. പരിശുദ്ധമായ റമദാൻ, അതിൻ്റെ ബാനറാണിത്. ഏത്? റജബ് മാസം, അതിൻ്റെ ബാനറാണിത്. റജബ് മാസം, അതാ പറഞ്ഞ റജബുൻ ഷഹറുള്ള എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊന്ന് സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട മാസമാണിത്. ശരീരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക. ഇത് ശരീരം വൃത്തിയാക്കുക, ശരീരമൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് വൃത്തിയാക്കേണ്ട മാസം റജബ്. അടുത്ത മാസമാകുമ്പോഴോ? അടുത്ത മാസമാകുമ്പോൾ എന്തു ചെയ്യണം? നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കാനുണ്ട്. ആ മാസമാണ് അടുത്തത്. അതിൻ്റെ അടുത്ത മാസമോ? ഇതിനകത്ത് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ഒരു ദിവ്യമായ വസ്തുതയുണ്ട്, റൂഹ്. അതിനെ ശുദ്ധീകരിക്കാനാണ് റമദാൻ മാസം. അപ്പം ഈ 3 ശുദ്ധീകരണത്തിൻ്റെ വൃത്തിയാക്കലിൻ്റെ ബാനറായി വന്ന മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. സഹോദരന്മാരെ, പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമദാൻ എന്ന് പറഞ്ഞപ്പോൾ ഈ മാസത്തിൻ്റെ ഔന്നിത്യം ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ എന്ത് വേണം? നമുക്ക് ചെയ്യാനൊന്നുമില്ലേ? ധാരാളം കാര്യങ്ങളുണ്ട്. ഈ മാസത്തിലെ സന്നിഹിതം അള്ളാഹു നമുക്ക് നൽകിയല്ലോ എന്ന കാര്യം നമ്മൾ മുമ്പേ ഓർക്കണം. നമുക്ക് മുമ്പേ കൊഴിഞ്ഞു പോയ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മൾ അറിയുന്നവരുണ്ട്. അവർക്കാർക്കും ഈ സൗഭാഗ്യം കിട്ടിയില്ല, അള്ളാഹു എനിക്ക് തന്നല്ലോ. അത് ഓർത്തുകൊണ്ട് അള്ളാഹുലേക്ക് പശ്ചാത്താപ നിരതരാകേണ്ട ഒരു സന്ദർഭമായത്. അപ്പം ബർക്കത്തിനു വേണ്ടി ദ്വാരക്കുക. ബല്ലിഗ്നാ റമദാൻ, പടച്ചവനെ റമദാനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരണം, റമദാൻ ഞങ്ങൾക്ക് അതിൽ സന്നിഹിതമാകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം എന്നൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. എന്താ ഈ ബർക്കത്ത്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സുബൂത്തുൽ ഖൈറിൽ ഇലാഹിയ്യ ഫി ഷൈ, ഇലാഹിയായ ഒരു മാഹാത്മ്യം ഒരു വസ്തുവിൽ ഉണ്ടായിത്തീരുക എന്നാണ്. നിങ്ങൾ വിചാരിക്കുന്ന ബർക്കത്ത് എന്ന് പറയുമ്പോൾ മുതലങ്ങനെ കുമിഞ്ഞുകൂടലാണെന്ന്. അല്ല സഹോദര, ബർക്കത്ത് എന്ന് പറയുന്നത് മുതൽ കുമിഞ്ഞുകൂടലല്ല. പടച്ചവൻ്റേതാകുന്ന അഭൗതികമാകുന്ന ഒരു അനുഗ്രഹം നമ്മുടെ ഏതിലും ശരീരത്തിലുണ്ടാകുക, നമ്മുടെ ഭാര്യയിലുണ്ടാകുക, നമ്മുടെ മക്കളിലുണ്ടാകുക, അള്ളാഹു നമുക്കെന്ന് സമ്പത്തുണ്ടോ അതിലുണ്ടാകുക, നമുക്ക് തന്ന വിജ്ഞാനത്തിലുണ്ടാകുക, അതാണ് ബർക്കത്ത്. നിലനിൽക്കുന്നതാക്കണം. ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ബർക്കത്ത് എന്ന് പറയുന്നത് ചിലർ വിചാരിക്കുന്നത് ഇന്ന് 1000 കിട്ടി, നാളെ 10000 കിട്ടി, അതിൻ്റെ അടുത്ത ദിവസം 1,00,000 കിട്ടി, അത് അങ്ങനല്ല. എന്തുണ്ടോ മനസ്സംതൃപ്തിയോടെ മനസ്സമാധാനത്തോടെ അള്ളാഹുവിൽ അർപ്പിതമായി ജീവിക്കാൻ കഴിയുന്നൊരു പശ്ചാത്തലം. കൂടാതെ നാം അറിയാത്ത വിധത്തിൽ, നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങൾ നമുക്കുണ്ടാകുക. മഹാനായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധം നടക്കുന്ന വേളയിൽ മകൻ ജാബിറിനെ വിളിച്ചു, മോനെ, നാളെ ഞാൻ മിക്കവാറും ഷഹീദാകും.
നിനക്ക് 9 സഹോദരിമാരല്ലേ? നിനക്ക് 9 സഹോദരിമാരാണ്. എനിക്ക് കുറേ കടബാധ്യതകളുണ്ട് മക്കളെ. അതുകൊണ്ട് എൻ്റെ കടബാധ്യതകൾ മോനെ എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടാൻ നോക്കണം. ഈ 9 സഹോദരിമാരുടെ സംരക്ഷണവും നീ ശ്രദ്ധിക്കണം. നാളെ ഞാൻ മിക്കവാറും ഷഹീദാകും എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഉത്തമ സഹാബിയാകുന്ന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ ജാബിറിനെ വിളിച്ചിട്ട് സംസാരിച്ചു. പിറ്റേ ദിവസം ഉഹദ് രണാങ്കണത്തിൽ ആദ്യമായി ഷഹീദാവുന്ന വ്യക്തി അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നത്. യുദ്ധാനന്തരം ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ സമീപിച്ചു. പറഞ്ഞു, നബിയെ, എൻ്റെ വാപ്പ ഇങ്ങനെ വസിയത്ത് ചെയ്തു, ധാരാളം കടമുണ്ട്, ഇങ്ങനെ വസിയത്ത് എന്നോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാപ്പാക്ക് സമ്പത്ത് എന്തുണ്ട്? ഒരു ചെറിയൊരു തോട്ടമുണ്ട്, കാരക്ക തോട്ടമുണ്ട്, ഈത്തപ്പഴ തോട്ടമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, കാരക്കയുടെ സീസണാകുമ്പോൾ, ഈത്തപ്പഴത്തിൻ്റെ സീസണാകുമ്പോൾ അത് പറിച്ച് കൂട്ടിയിട്ട് എന്നെ അറിയിക്കണം. അങ്ങനെ സന്ദർഭം വന്നപ്പോൾ വിഷയങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ എല്ലാം അടുത്ത് വന്നപ്പോൾ മകൻ ജാബിർ തുച്ഛമായ കാരക്ക പറിച്ചു കൂട്ടി. റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇന്നത് ചെയ്ത് നബിയെ, ജാബിർ റളിയല്ലാഹുവിന് അബ്ദുല്ലാഹിയുടെ കടബാധ്യതക്കാർ ആരെല്ലാം ഉണ്ടോ ആ തോട്ടത്തിലേക്ക് വരാൻ ഞാൻ പറഞ്ഞെന്ന് പറയാൻ പറഞ്ഞു. ചിറ്റിയടന്ന് കടബാധ്യതയുള്ള ആൾക്കാരെടുത്ത വീടുകളിലൊക്കെ ചെന്നിട്ട് പറഞ്ഞു, വാപ്പയുടെ കടം വീടാൻ പോവുകയാണ്. നബി തങ്ങൾ പറഞ്ഞു ഇന്ന തോട്ടത്തിലെത്താൻ. എല്ലാവരും എത്തി. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ആ പറിച്ചിട്ട കാരക്കയുടെ ചുറ്റുഭാഗത്തൊന്ന് കറങ്ങി. 3 പ്രാവശ്യം ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞ ഹദീസാണ് കേട്ടോ. 3 പ്രാവശ്യം ഒന്ന് കറങ്ങി. എന്നിട്ട് പറഞ്ഞു, ഓരോരുത്തർക്കും അവരുടെ കടത്തിൻ്റെ തോതനുസരിച്ച് അളന്നു കൊടുക്കാൻ പറഞ്ഞു. അളന്നു കൊടുത്തു. എല്ലാവർക്കും അളന്നു കൊടുത്തു. അവസാനം കഴിഞ്ഞു. എല്ലാവരുടെയും ഹക്ക് വീടി. ആ പറിച്ചിട്ട കാരയ്ക്ക് അതുപോലുണ്ട്. ഇതാ ബർക്കത്ത്. ആ പറിച്ചിട്ട കാരയ്ക്ക് അതേപടി കിടപ്പുണ്ട്. ഈ കണ്ടതാണ് ബർക്കത്ത്. ഇതേപോലെ അള്ളാഹു അനുഗ്രഹം ചൊരിക്കുന്ന, വാരിക്കോരി ചൊരിക്കുന്ന ഒരു മാസമാണിത്. അതുകൊണ്ട് തന്നെയാ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ് വ ശഅബാൻ. മാത്രമാണോ, നമുക്ക് അല്ലാഹു തന്ന ആയുസ്സിന് ബർക്കത്തിന് വേണ്ടി ദ്വാരക്കണം. നമ്മുടെ ആരോഗ്യത്തിന് ബർക്കത്ത് ചെയ്യാൻ ദ്വാരക്കണം. അങ്ങനെ തുടങ്ങി നമുക്ക് അല്ലാഹു എന്ത് തന്നിട്ടുണ്ടോ, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സമ്പത്തുണ്ട്, ഇതിനെല്ലാം ബർക്കത്തുണ്ടാകാൻ ദ്വാരക്കണം. സഹോദരന്മാർ, നബിയങ്ങൾ ദ്വാ ചെയ്തിട്ടുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി അസ്മാഇനാ വ അബ്സാരിനാ വ ഖുലൂബിനാ വ അസ്വാജിനാ വ ദുർരിയാതിനാ വ തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റസൂലുള്ളാഹി തങ്ങൾ ദ്വാരക്കാറുണ്ടായിരുന്നു ഹദീസായത്. ആയതുകൊണ്ട് ഈ മാസത്തെ ആദരിക്കുവാനും വേണ്ട വിധം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ.